ഹലോ ഗൈസ്, ഇന്ന് രാവിലത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ ക്ലീനിങ്ങിനായിട്ട് കയറിയത്. വീട് കുറച്ച് അലങ്കോലമായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ ഒരു ഷൺമുഖി അങ്ങോട്ട് ആവാമെന്ന് വിചാരിച്ചു. ഒരു പാട്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഷടപടാന്ന് ക്ലീനിങ്ങൊക്കെ തുടങ്ങി. ഏറ്റവും വലിയ ടാസ്ക് ഈ പെണ്ണിൻ്റെ കളിപ്പാട്ട് ഒതുക്കലാണ് കേട്ടോ. ഇതിപ്പോൾ ഒതുക്കി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെയാവും. ഒതുക്കൽ ഇത് തന്നെ എല്ലാ അമ്മമാരുടെയും അവസ്ഥ തന്നെ. അങ്ങനെ ഷടപടാന്ന് ആ ക്ലീനിങ് പരിപാടി ഇങ്ങനെ കഴിഞ്ഞു. ബെഡ്ഷീറ്റ് മാറ്റി എല്ലാം സെറ്റ്, എല്ലാം അങ്ങ് വൃത്തിയാക്കി വെച്ചു. അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പോഴാണ് ഇനി ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചത്. മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുട്ടക്കറിക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അരി ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കൂടെ മുട്ട ഇട്ടു. അപ്പോൾ ഒരുമിച്ച് റെഡി ആവട്ടെ. ഇതാ മുട്ടയും റെഡി, ചോറും റെഡി. അങ്ങനെ സമയം നോക്കിയപ്പോൾ ഇതാ 1:30 ആവാറായി. അപ്പോൾ ഒരു ക്യാബേജ് തോരൻ കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അരിയാനുള്ള സമയമില്ല. ചോപ്പറാണെങ്കിൽ കേടാവുകയും ചെയ്തു. അപ്പോൾ മിക്സിയിലിട്ടൊരു കറക്കം അങ്ങോട്ട് കറക്കി. ക്യാബേജും റെഡി. അങ്ങനെ ഇതാ പപ്പടവും കുറച്ച് മീൻകറിയും സർലാസും മുട്ടക്കറിയും ക്യാബേജും പിന്നെ ഈ അച്ചാർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടാ. അപ്പച്ചനൊരു അച്ചാർ മേക്കറാണ്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയൊരു ഊണ് കഴിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മൾബറി തന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലെ നീനേച്ചി. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി കൊഴുക്കട്ട. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കൊഴുക്കട്ട കഴിച്ചു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.